ശ്രീ കുറുക്കോളി മൊയ്തീൻ, അങ്ങേക്ക് 5 മിനിറ്റ്. സർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുകയാണ്. സർ, എന്താണ് ഇവിടുത്തെ അവസ്ഥ? കർഷകരെ സംബന്ധിച്ചിടത്തോളം കുറേ അലങ്കാര വാക്കുകൾ കേട്ട് തൃപ്തി അടയേണ്ട ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. പറയുന്ന കാര്യങ്ങളൊന്നും പ്രാവർത്തികമാകുന്നില്ല എന്നാണ് വസ്തുത. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തി നടന്ന ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതുപോലും കളവുകളല്ലേ. നെല്ല്, നാളികേരം, റബ്ബർ സംഭരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വിഷയങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കും. സർ, ഈ സർക്കാർ വന്ന് 9 വർഷത്തിന് ഉള്ളിൽ 1 വർഷം മാത്രമാണ് നാളികേര സംഭരണം നമ്മുടെ നാട്ടിൽ നടന്നത്. 2023 ഒക്ടോബറിന് ശേഷം നാളികേരത്തിൻ്റെ സംഭരണം കേരളത്തിൽ നടന്നിട്ടില്ല. പരിമിതമായ സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് മറ്റൊരു വസ്തുത. എന്നാൽ അതിനു മുമ്പ് സംഭരിച്ച നാളികേരത്തിൻ്റെ സംസ്ഥാന വിഹിതം ഈ 17 മാസമായി നൽകിയിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. കേന്ദ്ര വിഹിതം കൊടുത്തിട്ടുണ്ട്, ഇത് കൊടുത്തിട്ടില്ല. റബ്ബർ സംഭരണം മുടങ്ങി, അത് നടക്കുന്നില്ല. നെല്ലിൻ്റെ സംഭരണത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് പരക്കെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. ശരി, ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്ന പാലക്കാട് കണ്ണാടി പഞ്ചായത്തിൽ അവിടെ വീട് കയറി ഇറങ്ങി ഞാനും ചെറിയ വീട്ടുകളിലൊക്കെ പോയി. നെല്ലിങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട്. ഞാനത് കണ്ടപ്പോൾ ഒരു വീട്ടിൽ നിന്ന് അവിടെ കുറേ 10-50 ചാക്ക് നെല്ല് കിടക്കുന്നുണ്ട്. അതിന് മേലെ നായി കയറി ഇങ്ങനെ മൂത്രമൊഴിച്ചുകൊണ്ട് ഇരിക്കുന്നുമുണ്ട്. ഞാനപ്പോൾ തന്നെ മിനിസ്റ്ററെ വിളിച്ചു അവിടുന്ന്. ആ മിനിസ്റ്റർ ഫോൺ എടുത്തില്ല. പക്ഷേ പിറ്റേന്ന് രാവിലെ മിനിസ്റ്റർ പി എന്നെ വിളിച്ചു. നിങ്ങൾ മിനിസ്റ്ററെ വിളിച്ചിരുന്നു, എന്തായിരുന്നു കാര്യം എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു. 21 ദിവസമായി, ഞങ്ങളുടെ പ്രവർത്തകനല്ല, CPM പ്രവർത്തകനാണ്, അദ്ദേഹം വേദനയോടുകൂടി പറഞ്ഞു, 21 ദിവസമായി ഇങ്ങനെ കെട്ടിക്കെടുക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷേ ആ വിളി ഗുണം ചെയ്തു. 2 ദിവസത്തിനകം നെല്ല് സംഭരിച്ചു. ഇത് ഇവിടുത്തെ ഒരു സാധാരണ ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. 1 മാസമെങ്കിലും നെല്ല് കൊയ്ത് കാത്തിരിക്കണം കർഷകൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങാൻ. മില്ല് ഉടമകളോട് കാണിക്കുന്ന ഒരു താല്പര്യം പോലും കർഷകരോട് കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വസ്തുത. സർ, കേന്ദ്രം തന്ന പല ഫണ്ടും കർഷകർക്ക് ലഭിക്കാതെ പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കേന്ദ്രം കാലാവസ്ഥാ വിള ഇൻഷുറൻസ് കൊടുത്തു. എത്രയോ കാലമായി അത് കർഷകർക്ക് കൊടുക്കുന്നില്ല, കൊടുക്കാതെ മുടങ്ങി കൊടുക്കുന്നു. കേന്ദ്രം നെല്ലിന് 3 വർഷമായി വില കൂട്ടി. ഇക്കഴിഞ്ഞ വർഷം 24-ൽ 1 രൂപ 47 പൈസ കൂട്ടി, 23-ൽ 1 രൂപ കൂട്ടി, 22-ൽ 40 പൈസ കൂട്ടി. ഈ പണമൊന്നും കർഷകർക്ക് കൊടുത്തില്ല. എന്നാൽ 21-ൽ ചരിത്രത്തിലാദ്യമായി കേരള സംസ്ഥാന ബജറ്റിലൂടെ 40 പൈസ കർഷകൻ്റെ വിഹിതത്തിൽ നിന്ന് കുറച്ചു. എന്നിട്ട് 2022-ൽ അതിൽ നിന്ന് 20 പൈസ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ ഞങ്ങൾ നെല്ലിൻ്റെ വില കൂട്ടുന്നു എന്ന് പ്രചരണം നടത്തി. ആ 20 പൈസ അവിടെ ബാക്കി നിൽക്കുകയാണ്. ഈ 3 വർഷത്തെ കേന്ദ്ര വിഹിതം കൂടി കൂട്ടുകയാണ് എങ്കിൽ 3 രൂപ 8 പൈസ 1 കിലോ നെല്ലിന് അധികം കർഷകർക്ക് കിട്ടാനുള്ള സാഹചര്യമുണ്ട്. എന്നാൽ ഈ പണം കർഷകർക്ക് നൽകാതെ മുടക്കിയിരിക്കുകയാണ്. ഇവിടെ നെൽ വയൽ നികത്തുമ്പോൾ അതിന് വേണ്ടി വാങ്ങുന്ന ഫീസ് ഉണ്ട്. അത് 1606 കോടി 1606 കോടി 6,90,771 രൂപ 28 പൈസ നമുക്ക് സ്വരൂപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മുടെ നെൽവയൽ നീർത്തട നിയമം അനുസരിച്ച് 27D വകുപ്പ് അനുസരിച്ച് കാർഷിക അഭിവൃദ്ധി ഫണ്ടിലേക്ക് ഈ പണം സ്വരൂപിക്കണം എന്നാണ് നിയമം. എന്നാൽ ഈ ഫണ്ടിലേക്ക് ഒരേ 1 രൂപ, ഒറ്റ രൂപ മാത്രമാണ് ഇതിലകം വന്നു ചേർന്നിട്ടുള്ളത്. നമ്മുടെ ചേർത്തല സ്വദേശി, പരിമള സ്വദേശിയായിട്ടുള്ള PS രാജീവ് എന്ന ആൾക്ക് വിവരാവകാശ നിയമം അനുസരിച്ച് കിട്ടിയ മറുപടിയിലാണ് ഇത് പറയുന്നത്. ഇങ്ങനെ ഇതാണ് അവസ്ഥ. കൃഷിക്ക് വേണ്ടി വരുന്ന ഫണ്ട് പോലും ആ മേഖലയിലേക്ക് ഉപയോഗിക്കുന്നില്ല. സർ, ഇവിടെ വ്യവസായം രംഗത്ത് ജനാധിപത്യ ധ്വംസനം നടക്കുന്നതായാണ് നമ്മൾ കാണുന്നത്. 9 വർഷമായി സഹകരണ സ്പിന്നിംഗ് മില്ലിൽ ഭരണസമിതി ഉണ്ടായിരുന്ന സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് നടക്കാതെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം നടക്കുകയാണ്. പോരാത്തതിന് 1974-ൽ TV തോമസിൻ്റെ കാലത്താണ് ഗ്രാമങ്ങളിൽ മിനി എസ്റ്റേറ്റുകൾ ആരംഭിച്ചത്. അതിലെ അംഗങ്ങൾ കൂടി ഉണ്ടാക്കിയ സഹകരണ സംഘങ്ങളുണ്ട്. ആ സഹകരണ സംഘങ്ങളിൽ ചെയർമാനെ തിരഞ്ഞെടുക്കാൻ ഉള്ള അധികാരം ഭരണസമിതിക്ക് തടഞ്ഞുകൊണ്ട് ഡയറക്ടറുടെ ഒരു ഉത്തരവ് വന്നിരിക്കുകയാണ്. ഇനി GM ആയിരിക്കും അതിൻ്റെ ചെയർമാൻ. MD ഉദ്യോഗസ്ഥനായുണ്ട്, ഒരു വൈസ് ചെയർമാനെ മാത്രം അംഗങ്ങൾ തിരഞ്ഞെടുത്താൽ മതി എന്നാണ് ഈ പുതിയ ഉത്തരവിൽ പറയുന്നത്.
സർക്കാരിന്റെ വിഭവങ്ങൾ പങ്കുവെക്കുന്നതിലും ചില നീതികേടുകൾ കാണുന്നുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് പരിഹരിക്കുന്നതിന് വേണ്ടി സ്പിന്നിംഗ് മില്ലുകൾക്ക് ഫണ്ട് അനുവദിക്കുകയുണ്ടായി. ഞാൻ മിനിസ്റ്ററെ കണ്ട് അപേക്ഷിച്ചതാണ്. പക്ഷേ മാൽക്കോട്ടക്സിന് നൽകേണ്ട ഫണ്ട് ആ കൂട്ടത്തിൽ മലബാർ കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ലിനെ മാത്രം ഒഴിവാക്കി ബാക്കിയുള്ളവർക്കൊക്കെ കൊടുത്തൊരു സാഹചര്യം ഉണ്ടായി. സർ, ബഹുമാന്യനായ മന്ത്രി നമ്മുടെ വെറ്റില കർഷകർക്ക് വേണ്ടി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വ്യവസായം മുന്നോട്ട് വരും എന്ന് 2 കൊല്ലം മുമ്പ് പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നീക്കങ്ങൾ നടന്നതായി അറിഞ്ഞില്ല. അതിന് വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സർ, ഇവിടെ വന്യജീവി ശല്യത്തെക്കുറിച്ച് എല്ലാവരും പറഞ്ഞു. മഞ്ഞളാംകുഴി അലിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. സർ, അപകടകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ കേന്ദ്ര നിയമം ഉണ്ടാക്കിയിട്ട് പോലും അത് നമ്മുടെ സംസ്ഥാന സർക്കാർ അത് അംഗീകരിക്കുന്നില്ല. അത് അംഗീകരിച്ചാൽ തന്നെ കുറച്ചൊക്കെ ആശ്വാസം കിട്ടും. അത് അംഗീകരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അങ്ങയുടെ സമയം കഴിഞ്ഞു. കേന്ദ്രം അതിന് വേണ്ട അനുകൂലമായ നിലപാട്, അനുകൂലമായ നിലപാട്